നമസ്കാരം. യുഎഇയിലെ പ്രവാസികളുടെ ആസ്തികൾ സംബന്ധിച്ച നിയമവ്യവസ്ഥകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് പുതിയ സിവിൽ നിയമം വരികയാണ്. അതായത് യുഎഇയിൽ താമസിക്കുന്ന ഒരു വിദേശി വിൽപത്രമോ നിയമപരമായ അവകാശികളോ ഇല്ലാതെ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ബാങ്ക് ബാലൻസ്, ഭൂസ്വത്തുക്കൾ, നിക്ഷേപങ്ങൾ എന്നിവ ഇനി മുതൽ സർക്കാർ ഏറ്റെടുത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും എന്നതാണ് ഈ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. വർഷങ്ങളായി നിലനിന്നിരുന്ന നിയമപരമായ അനിശ്ചിതത്വങ്ങൾക്കും കോടതി നടപടികൾക്കും ഇതോടെ വിരാമമാവുകയാണ്. പ്രവാസികൾ തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത സമ്പാദ്യം കൃത്യമായ വഴിയിലൂടെ പൊതുനന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ അനിവാര്യതയിലേക്കും ഈ പുതിയ നിയമം വിരൽ ചൂണ്ടുന്നുണ്ട്. പുതിയ സിവിൽ ഇടപാട് നിയമം അഥവാ സിവിൽ ട്രാൻസാക്ഷൻസ് ലോ യുഎഇയിൽ പ്രാബല്യത്തിൽ വരുന്നത് പ്രവാസികളുടെ ആസ്തികൾ സംബന്ധിച്ച നിയമവ്യവസ്ഥകളിൽ വിപ്ലവകരമായ ഒരു മാറ്റമാണ്. യുഎഇയിൽ താമസിക്കുന്ന ഒരു വിദേശി വിൽപത്രമോ നിയമപരമായ അവകാശികളോ ഇല്ലാതെ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ആസ്തികൾ എന്ത് ചെയ്യുന്നൊരു ചോദ്യം നിലനിൽക്കും. അപ്പൊ അത്തരത്തിൽ ഉള്ളൊരു അവ്യക്തതയ്ക്ക് ഒരു പരിഹാരമാണ് ഇത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവരുന്നത്. അതായത് അങ്ങനെ ആ വ്യക്തിയുടെ ആസ്തികൾ ഇനി മുതൽ സർക്കാർ ഏറ്റെടുത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുകയാണ് ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ആ നിയമത്തിലെ മറ്റു മാറ്റങ്ങളെ കുറിച്ചാണ്. ഈ നിയമം വരുന്നതോടുകൂടി വലിയൊരു നേരത്തെ പറഞ്ഞ പോലെ അനിശ്ചിതത്വത്തിനാണ് വിരാമമാകുന്നത്. നേരത്തെ അവകാശികളില്ലാത്ത വിദേശികൾ മരണപ്പെടുമ്പോൾ അവരുടെ സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷെ ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം നേരത്തെ ഒരു അവ്യക്തത നിലനിന്നിരുന്നു. ഈ വിൽപത്രം എഴുതാതെ ഒരു വിദേശി മരണപ്പെട്ടാൽ ആ സ്വത്തുക്കൾ എന്ത് ചെയ്യും? അപ്പം നേരത്തെ സംഭവിച്ചിരുന്നൊരു കാര്യം, വർഷങ്ങളോളം ഈ സ്വത്തുക്കളെല്ലാം കോടതി നടപടികളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നത് പതിവായിരുന്നു. പുതിയ നിയമം വരുന്നതോടെ ഇത്തരം അനാഥമായ ആസ്തികൾ കൃത്യമായ വഴിയിലൂടെ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കാൻ സർക്കാരിന് സാധിക്കും. ഇത് ജീവകാരുണ്യ നിധി എന്ന നിലയിലേക്കാണ് ഇനി മാറുന്നത്. അവകാശികളില്ലാത്ത വിദേശിയുടെ ആസ്തികൾ യുഎഇ സർക്കാർ ജീവകാരുണ്യ നിധിയായി മാറ്റും. ഇതിന്റെ പൂർണ്ണമായ മേൽനോട്ടം സർക്കാർ നിശ്ചയിക്കുന്ന അതോറിറ്റിക്കായിരിക്കും. കൃത്യമായ ഓഡിറ്റിങ്ങിലൂടെയും സർക്കാർ മേൽനോട്ടത്തിലൂടെയും ഈ തുക അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് നിയമം ഉറപ്പുവരുത്തുന്നു. വ്യക്തിയുടെ ആസ്തികൾ ദുരുപയോഗം ചെയ്യപ്പെടില്ലെന്നും അവ പൊതു താല്പര്യത്തിനായി മാറ്റിവെക്കപ്പെടുമെന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിയമം ബാധകമാകുന്ന സാഹചര്യങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ്. അതായത് മരണപ്പെട്ട വ്യക്തി തന്റെ സ്വത്തുക്കൾ ആർക്ക് ലഭിക്കണം എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ, അതാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തേത്, സ്വത്തുക്കൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ രക്തബന്ധമുള്ളവരോ നിയമപരമായ മറ്റ് അവകാശികൾ ആരും തന്നെ ഇല്ലാതിരുന്നാൽ ഈ നിയമം ആപ്ലിക്കബിൾ ആവും. ഈ രണ്ട് നിബന്ധനകളും ഒത്തുവന്നാൽ മാത്രമേ ആസ്തികൾ ചാരിറ്റി നിധിയിലേക്ക് മാറുകയുള്ളൂ. നിയമപരമായ വിൽപത്രമുള്ള കേസുകളിൽ നിലവിലെ രീതി തന്നെ തുടരുമെന്നതാണ് പ്രാഥമിക വിവരം. സാമ്പത്തിക മേഖലയ്ക്ക് ഈ നിയമം വലിയ ആശ്വാസമാണ്. കാരണം ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വസ്തു ഉടമകൾ എന്നിവയ്ക്ക് ഈ നിയമം വല്ലാത്തൊരു ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് മരിച്ച വ്യക്തിയുടെ പണവും മറ്റിടപാടുകളും വർഷങ്ങളോളം തടസ്സപ്പെട്ട് കിടക്കുന്നത് ഒഴിവാക്കി നിയമപരമായ ഒരു തീർപ്പിലെത്താൻ ഈ പുതിയ നിയമം സഹായിക്കും. ബിസിനസ് രംഗത്തെ നിയമപരമായ സുതാര്യത വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകും. ഇനി വിൽപത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതായത് തങ്ങളുടെ സമ്പാദ്യവും ആസ്തികളും സ്വത്തുവകകളും എല്ലാം കുടുംബാംഗങ്ങൾക്കോ ഇഷ്ടപ്പെട്ടവർക്കോ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികൾ നിർബന്ധമായും യുഎഇ നിയമപ്രകാരം വിൽപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ പ്രാധാന്യം ഈ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിദേശികള് അവരുടെ സ്വത്തുവകകൾ എന്ത് ചെയ്യണം, ആർക്ക് കൊടുക്കണം, ബന്ധുക്കൾക്ക് കൊടുക്കണോ അതോ ഇഷ്ടക്കാർക്ക് കൊടുക്കണോ എന്നുള്ളതെല്ലാം ഒരു വിൽപത്രത്തിൽ തയ്യാറാക്കി വെച്ച് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അവകാശികളെ കൃത്യമായി രേഖപ്പെടുത്താത്ത പക്ഷം ആസ്തികൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. യുഎഇ ഒരു ആധുനിക ആഗോള നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥ ലളിതമാക്കാനും സുതാര്യമാക്കാനുമുള്ള പുതിയ നീക്കമാണിത്. 2026 ജനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. നിയമത്തിന്റെ പൂർണ്ണരൂപം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി കൂടുതൽ വ്യക്തത വരും. അവകാശികളില്ലാത്ത ആസ്തികൾ അനാഥമായി കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി അവ അർഹരായവരിലേക്ക് എത്തുന്ന ഒരു ചാരിറ്റബിൾ എൻഡോവ്മെന്റ് സംവിധാനം ഇതിലൂടെ നിലവിൽ വരും. എങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. സ്വന്തം സമ്പാദ്യം പ്രിയപ്പെട്ടവരിലേക്ക് തന്നെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ യുഎഇ നിയമപ്രകാരം വിൽപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഒട്ടും വിമുഖത കാട്ടരുത്. നിയമപരമായ സുതാര്യത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മാനുഷിക പരിഗണനയ്ക്ക് മുൻഗണന നൽകുന്ന ഈ പരിഷ്കാരം യുഎഇ നീതിന്യായ വ്യവസ്ഥയുടെ കരുത്തും ആധുനികതയും വിളിച്ചു പറയുന്നതാണ്.